ഇവിടെ വന്നല്ലാതെ വേറെ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ കാളിപ്പാറയിലാണ് നിൽക്കുന്നത്. കാളിപ്പാറ ഒരുപാട് റീൽസുകളിലൊക്കെ ഒരുപാട് ഫേമസ് ആയൊരു സ്ഥലമാണ് കാളിപ്പാറ എന്ന് പറയുന്നത്. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ വെറും വ്യൂ അല്ല, ആകാശത്ത് നിന്ന് നമ്മുടെ ഡ്രോണിലൊക്കെ കാണുമ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇവിടെ വന്നത്. അതൊന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ചൊന്ന് കയറിയിട്ടുണ്ട്. ഏകദേശം അവിടെ നിന്ന് അതുവഴിയാണ് നടന്ന് വരാനുള്ളത്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ വാട്ടർ അതോറിറ്റി വരെ കുറച്ച് ഒരു വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വന്ന് കാണുമ്പോഴത്തേക്കുള്ള വ്യൂ പോയിൻ്റാണ്. നല്ല അടിപൊളി മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ കാളിമല, കുരിശുമല, അങ്ങനെയുള്ള കുറച്ച് മലകളും അഗസ്ത്യമലകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഷട്ടറും ആ ഒരു റിസർവോയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊന്ന് കയറിയിട്ട് ഞാനിവിടെ ആ ഒരു ഫസ്റ്റ് വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി അടുപ്പിച്ചായിട്ടുണ്ട്. എന്നാലും ചെറിയൊരു വെയിൽ മാത്രമേ ഉള്ളൂ, ചെറിയ കാറ്റടിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഈ കാഴ്ചകളും കണ്ടിട്ടേ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം കുറച്ചുകൂടി കയറാനുണ്ട് മേളിലോട്ട്. അപ്പോഴേ നല്ല കറക്റ്റ് വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞാൻ എന്തായാലും ഇവിടെ നിന്നിട്ട് നമ്മുടെ ഡാമിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ ഗോപ്രോയാണ്. അതിൽ സൂമിംഗ് ഒന്നും വലുതായിട്ടില്ല, അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ വയ്യ. ഇത് ആ കാണുന്നതാണ് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഷട്ടറും പിന്നെ റിസർവോയർ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിസർവോയറിൻ്റെ ഭാഗങ്ങൾ വെള്ളം കെട്ടിക്കിടക്കുന്ന അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, 4 ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് 4 ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ആ വെള്ളം വീഴുന്ന സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ളത് ഇതുവഴിയാണ്. അവിടെ നിന്ന് കുറച്ച് പാറയൊക്കെ തുറന്ന് നല്ല സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ മേളിലൊരു ക്ഷേത്രമുണ്ട്, ഒരു കാളിപ്പാറ ലോകാംബിക ടെമ്പിൾ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നിന്നാലാണ് നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളി ഒരു കാഴ്ച കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മേലോട്ട് പോവാം, അവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പാറയൊക്കെ വെട്ടി നല്ലൊരു സ്റ്റെപ്പിൻ്റെ രീതിയിലാണ് വച്ചിരിക്കുന്നത്. പിടിച്ച് കയറാനൊക്കെ നമ്മുടെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് മേലോട്ടുള്ള സ്റ്റെപ്പ്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് പിടിച്ച് കയറില്ലെങ്കിൽ താഴെ ആയിരിക്കും. കാരണം വെച്ചാൽ അത്രയ്ക്ക് വീതിയും കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആ ഒരു സ്റ്റെപ്പ് ഒരു കാല് നമുക്ക് കഷ്ടിച്ച് വയ്ക്കാൻ പറ്റും, അതേ ഉള്ളൂ. പിന്നെ മഴ സമയമാണ്, ഉറവുകളൊക്കെ ഉണ്ട്. ഇതുപോലെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറുന്നവർ സൂക്ഷിച്ച് കയറില്ലെങ്കിൽ അങ്ങ് താഴെ ആയിരിക്കും കിടക്കണേ. നോക്കി കയറുക. അതുകൊണ്ട് ഓക്കെ. ഇവിടെ നിന്നാലും നമ്മുടെ ഒരു ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആ ഒരു സൗണ്ട് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്, ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട്. കണ്ടില്ലേ, നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കി കയറിയില്ലെങ്കിൽ വീഴും മോനെ. അപ്പോൾ സ്റ്റെപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിയുന്നതാണ്. ഇനി ഇതുപോലുള്ള പാറകൾക്കിടയിൽ കൂടിയുള്ള ഒരു വഴിയാണ് കാണുന്നത്. നമുക്ക് നോക്കാം. അയ്യോ, നല്ല പുല്ലേ കിടപ്പുണ്ട് ഇപ്പം. സത്യം
പറഞ്ഞാൽ 1:45 സമയം ആയിട്ടുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ വന്ന ടൈമിൽ 4 പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത്. നല്ല അടിപൊളി ആംബിയൻസ് ഉണ്ട് കേട്ടോ. മേളിൽ ക്ഷേത്രം ഉണ്ടെന്ന് പറയില്ല, ആ ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ട് നമുക്ക് പകുതി വഴിക്ക് വെച്ച് ചെരുപ്പൊക്കെ ഉരുട്ടിട്ട് പിന്നെ പാറയുടെ മേളിൽ കൂടി നടക്കേണ്ട വരുന്നുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഈ ഒരു വെള്ളം വീഴുന്ന സൗണ്ട് നല്ല രസമുണ്ട്. നമ്മൾ മേലോട്ട് കയറുന്നതോറും ആ ഒരു സൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കണ്ട എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ ഒരു നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകളാണ്. ഇപ്പോൾ 4 ഷട്ടറും ഓപ്പൺ ആക്കിയിട്ടുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അടിപൊളിയാട്ടോ. എൻ്റെ ബാക്കിൽ ഫുള്ള് നമ്മുടെ മലനിരകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാളിപ്പാറ, കുരിശുമല, കൊണ്ടകെട്ടി, ആ മേളിൽ അങ്ങറ്റത്ത് കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അഗസ്ത്യമല കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അടിപൊളിയാട്ടോ. ഹൈരലും മിക്ക മലകളിൽ 2-3 തവണയും കയറിയിട്ടുണ്ട്. കാളിമല, കുരിശുമല, നമ്മുടെ കൂനിച്ചുമല 1-2 തവണയൊക്കെ നമ്മൾ കയറുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കൂനിച്ചുമലയിൽ പോയിട്ടാണ് വീഡിയോ എടുത്തത്. ഇനി നമുക്ക് മേലോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരാം. പിന്നെ പാറയിൽ കൂടി ഉള്ളൊരു ചെറിയൊരു കയറ്റമുള്ള റോഡാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും മഴക്കാലത്ത് നോക്കി നടക്കുക. പാറയാണ്, വഴുക്കലുണ്ടാവാം, പായലുണ്ടാവാം. ഓക്കെ, മേലോട്ട് കയറി നോക്കാം. എന്നാലും അത്ര വലിയ ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞതിന് പോയ ഒരു ട്രക്കിംഗ് പോലെയൊന്നും അല്ല, വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അപ്പുറം സൈഡിലോട്ടൊരു ഈ ഒരു സൈഡിലോട്ട് ഒരു വ്യൂ പോയിൻ്റ് പോലെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. പക്ഷേ നമുക്ക് പോകാനുള്ള സ്ഥലം കറക്റ്റ് അതല്ല. ആ ഒരു പാറ ഉണ്ടല്ലേ, ആ ഒരു പാറയുടെ മേളിലാണ് പോകാനുള്ളത്. ഇവിടെ അമ്പലവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ കല്ല് വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനും കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടി നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന തോന്നുന്നു ഡാമിൻ്റെ വ്യൂ. ഓക്കെ, അടിപൊളി. ആ ഒരു റിസർവോയറിൻ്റെ ഭാഗം കാണുന്നില്ലേ, അതുവഴി നമ്മൾ റോഡ് പോകുന്നതാണ്. അതുവഴിയാണ് നമ്മൾ അമ്പൂരിയൊക്കെ പോകുന്നത്. ആ ഒരു പാലത്തിൻ്റെ അതുവഴി കയറി ആ ഒരു സൈഡിൽ കൂടി റോഡ് വഴിയാണ് നമ്മൾ അമ്പൂരിയും നമ്മുടെ അമ്പൂരി, കുരിശുമല, കൂനിച്ചുമല ആ റൂട്ടാണ്. നമ്മുടെ വെള്ളറടയൊക്കെ പോകുന്ന ആ റൂട്ടാണ്. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. അടുത്ത് നിന്ന് ഡാം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കാഴ്ച ആദ്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനൊരു ഡാമിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മേലോട്ട് നമ്മുടെ മെയിൻ സ്പോട്ട്, ആ ഒരു ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. പിന്നെ ശ്രദ്ധിക്കുക, ഒരു ക്ഷേത്രം ഇരിക്കുന്ന മലകളാണ്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചോണം വരാനായിട്ട്. വേറെ മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആയിട്ട് ഇങ്ങോട്ട് വരല്ല കേട്ടോ. ഒരു ക്ഷേത്രമാണ്. എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ഒരു ക്ഷേത്രം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ തുറക്കത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് എനിക്കറിയത്തില്ല, നമ്മൾ വന്നിട്ടില്ല, കേട്ടറിവാണ്. ഇനി ആ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ആ ഒരു പാറയിലിട്ടു. ഓക്കെ, പോകുന്ന വഴിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചെറിയൊരു ബിൽഡിങ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതെല്ലാം പൊളിഞ്ഞ് നശിച്ച് കിടക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വേറൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ടാണ് നമുക്ക് പോവാം. ഓക്കെ, അടിപൊളി. അടിപൊളിയാണ്. എഴുതിയിട്ടുണ്ട് കാളിപ്പാറ ശ്രീലോകാംബിക ക്ഷേത്ര യോഗം ട്രസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പൊളിഞ്ഞ് കിടക്കാണ് കേട്ടോ. യെസ്, പാദരക്ഷകൾ ഇതുവരെ മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഇടാം. തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് കാണുമെന്നറിയത്തില്ല. എന്തായാലും ഇവിടെ നമ്മളെ ചെരുപ്പ് ഊരിട്ടിട്ട് മേലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. എന്നാലും ഈ ഒരു ഹാൻഡ് റെയിൽ താഴ് വച്ചിരിക്കുന്നതിനേക്കാൾ നല്ല ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ പണി എന്തെങ്കിലും നടക്കുന്നൊന്നും അറിയത്തില്ല. പോകാനുള്ള വഴിയാണ്. പ്രായമായവർക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ
പെട്ടെന്ന് കയറി പോകും. പ്രായമുള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും. കാര്യം മാക്സിമം ആ ഒരു താഴ് വരെയൊക്കെ ഈസി ആയിട്ട് കയറി വരാം. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഓക്കെ, നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. എൻ്റെ പള്ളി കണ്ടാ ബാക്കിലത്തെ കാഴ്ച കേട്ടാ. ഡാമിൻ്റെ സൈഡല്ല, ഡാമിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡാണ്. എനിക്കൊന്നൊരു 360 ഡിഗ്രി ചുറ്റളവിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. സറൗണ്ടിങ് കണ്ടില്ലേ, ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ. ഇവിടെ പണ്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുണ്ടായിരുന്നു. എന്തോ ഇടിയോ മിന്നലോ അങ്ങനെ എന്തോ വീണ് ആ ഒരു ക്ഷേത്രം തകർന്നു പോകാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടടാ മോനെ, കാഴ്ച കണ്ട. നമ്മൾ കയറിയിട്ടില്ല, ഇനി കുറച്ചുകൂടി ഉണ്ട് കയറാൻ വേണ്ടി. എന്നാലും കാഴ്ചകൾക്കൊന്നും ഒരു കുറവുമില്ല. നല്ല അടിപൊളി കാഴ്ച കേട്ടാ. അയ്യാ, ഉച്ച സമയമാണ്, നട്ടുച്ച. പക്ഷെ ആ ഒരു വെയിലില്ല. കഴിഞ്ഞതിനും ഇതുപോലെയായിരുന്നു കേട്ടോ. നമ്മൾ കൂനിച്ചുമല പോയപ്പോൾ ഉച്ച സമയമായിരുന്നു. നല്ല വെയിലും പ്രതീക്ഷയാണ് പോയത്. പക്ഷേ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓക്കെ, ശരിക്കും ഇപ്പോഴല്ലേ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ആകാശ കാഴ്ച നമ്മൾ ഡ്രോണിലൊക്കെ കാണുമ്പോൾ ഒരു കാഴ്ച കിട്ടുന്നത് അല്ലേ. നെയ്യാർ ഡാമിനെ ഇവിടെ വന്നല്ലാതെ വേറെ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇത് നോക്കി, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതെല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ അതാ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇടിമിന്നലേറ്റ് തകർന്നു പോയി എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സംഭവങ്ങളൊക്കെ കല്ല്, പാറ, മെറ്റൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മേ നോക്കി, ഒരു രക്ഷയല്ല മോനെ, നല്ല വൈബ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുളം പോലെ എന്തോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിണറോ കുളമോ അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. 360 വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അടിപൊളിയായിരിക്കും. ഇവിടെ ഒരു ദിവസം എന്തായാലും പൂജ നടക്കുന്ന സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിൽ വരണം. എന്നുവെച്ചാൽ രാത്രി വൈകുന്നേര ടൈമിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് വേറെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസം നല്ല ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കാം. ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ ഇരുന്ന് കാണാം അല്ലേ. സത്യത്തിൽ ഈ ഒരു ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. ഈ ഒറ്റയ്ക്ക് വന്ന് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും. സംസാരിക്കുന്നത് നമ്മൾ പ്രകൃതിയോടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്യാമറയോടായിരിക്കും. നമുക്ക് സംസാരിക്കാൻ പോലും ആരുമില്ല. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കുറച്ച് ആളുകളുണ്ട്, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും കാര്യങ്ങൾ ദേവിയും എല്ലാവരും ഉണ്ട്. എങ്കിൽ ഈ ഒരു ഉച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഫീലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെയാണ്, എപ്പോഴെങ്കിലൊക്കെ യാത്ര പോകുന്നേ. നിങ്ങളുടെ വീടിൻ്റെ മറ്റേ 24 റിപ്പോർട്ടറിൽ അരുൺ പറയും പോലെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും മലയിലോ അവിടെ എവിടെയൊക്കെ പോയിരിക്കും. നമുക്ക് യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് തന്നെ എനിക്ക് രാവിലേക്ക് വരണമെന്ന് വെച്ചതാണ്, എപ്പോഴത്തെ പോലെ രാവിലെ പിന്നെ പോണ്ട മടിച്ചിരുന്നതാണ്. പിന്നെ മൈൻഡ് ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ യാത്രകൾ ഇറങ്ങുകയാണ്. വീടിനടുത്തുള്ള കാഴ്ചകളൊക്കെ തേടി ഇങ്ങനെ വരികയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നറിയാമോ. അതായത് നെയ്യാർ ഡാം, അതിൻ്റെ അപ്പുറത്ത് ലയൺ സഫാരി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ്. ഇപ്പോൾ അതായത് 360 വ്യൂവിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് തന്നെ. നമ്മുടെ റിസർവോയറാണ്. പിന്നെ ആ കാണുന്നത് നമ്മുടെ കാളിമല, കുരിശുമല, അഗസ്ത്യമല അങ്ങോട്ടൊക്കെയാണ്. അമ്പൂരി അങ്ങോട്ട് ഏരിയയാണ്. എനിക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ അമ്പൂരി ഏരിയയാണ്. അമ്പൂരി, വെള്ളറട അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്.
ഏകദേശം 1 മണിക്കൂറോളായി കേട്ടോ ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് പതിയെ താഴോട്ടിറങ്ങാം. വെയിലില്ല, അത് തന്നെയാണ് ഏറ്റവും ഭാഗ്യമെന്ന് പറയാനായിട്ട്. സാധാരണ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെയിലാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എന്താണ് വെറ്റ് ക്ലൈമറ്റാണ്, അധികം ചൂട് കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വന്ന ടൈമിൽ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എപ്പോഴും വന്നിട്ടുണ്ടോ അപ്പോഴും മഴയും കാര്യങ്ങളും ഇതുപോലുള്ള ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറയാനും കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ ഒന്ന് താഴോട്ടിറങ്ങാം. താഴോട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത്. പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇറങ്ങാൻ നേരത്ത് കുറച്ചൊന്ന് സൂക്ഷിച്ചിറങ്ങുക. നമ്മൾ കയറിയതുപോലെ അല്ല, കയറുമ്പോൾ നമുക്ക് എങ്ങനെ വേണം കയറാം. ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കയറിയ ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നോക്കി ഇറങ്ങുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമാണ് നമ്മൾ കയറി വന്നത്. ഇനി അതുപോലെ തന്നെ ഇറങ്ങേണ്ടി വരും. ഇതൊക്കെ നോക്കി ഈ അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോളാമ്പി സിസ്റ്റം. ഇപ്പോൾ വലുതായിട്ട് ഒരിടത്തും അങ്ങനെ ഇല്ലാത്തതാണ്. ആ ഒരു കോളാമ്പി സിസ്റ്റം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴോട്ടിറങ്ങാം. ഇവിടുന്ന് ഒന്ന് ബാലൻസ് പോയി കഴിഞ്ഞാൽ എവിടെയാണ് വീഴുന്നതെന്ന് വെച്ചാൽ ഒരു പിടുത്തം കാണില്ല. കാര്യം വെച്ചാൽ അങ്ങ് താഴായിരിക്കും പോകുന്നത്. കിടക്കുന്നത് അങ്ങനെയാണ്. ക്യാമറയിൽ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അല്ലേ. അയ്യോ, അപ്പോൾ നമ്മുടെ കാളിപ്പാറ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മേളിലുള്ള ഒരു ക്ഷേത്രവും പിന്നെ ഈ ഒരു നെയ്യാർ ഡാമിൻ്റെ വ്യൂവും എല്ലാം കൂടെ ഉള്ളതാണ് ഈ കാളിപ്പാറ. വന്ന് കാണുക. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചീങ്കണ്ണി പാർക്കുണ്ട്, പിന്നെ അമ്പൂരി, മായം, പിന്നെ ഈ കാളിമല, കുരിശുമല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഒരു ദിവസം 1 ഡേ ട്രിപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ബ്യൂട്ടി ആയിരിക്കാം. ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഓണാക്കി ഇടുക. ഇതിന് വരുന്ന നല്ല നല്ല കാഴ്ചകളും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത നല്ല കിട്ടിക്കാച്ചി വീഡിയോസ് ഇന്ന് വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ബൈക്കിൽ കാണുന്നത് നെയ്യാർ ഡാമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല കിട്ടിക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.